അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, നമ്മൾ സൂറത്തുൽ അഹ്സാബാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി കൽപ്പിച്ച ചില കൽപ്പനകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ഒരായത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യമായി ആയത്ത് നമുക്കൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി വമാ ജഅല അസ്വാജകുമുല്ലായി തുദാഹിറൂന മിൻഹുന്ന ഉമ്മഹാതികും വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. അത് നമുക്ക് ആയത്തിൻ്റെ വാക്കർത്ഥം ഒന്ന് പരിശോധിച്ച് നോക്കാം. മാ ജഅലല്ലാഹു, അള്ളാഹു ആക്കിയിട്ടില്ല, ലിറജുലിൻ ഒരു മനുഷ്യനും, മിൻ ഖൽബൈനി ഫീ ജൗഫിഹി അവൻ്റെ ഉള്ളിൽ രണ്ട് ഹൃദയം അള്ളാഹു ഒരു മനുഷ്യനും സംവിധാനിച്ചു കൊടുത്തിട്ടില്ല. വമാ ജഅല അള്ളാഹു ആക്കിയിട്ടില്ല, അസുവാജക്കും നിങ്ങളുടെ ഭാര്യമാരെ, അല്ലാ ഈ തുദാഹിറൂന മിൻഹുന്ന അതായത് നിങ്ങൾ ദിഹാർ ചെയ്ത നിങ്ങളുടെ ഭാര്യമാരെ. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഉമ്മഹാത്തിക്കും നിങ്ങൾ ദിഹാർ ചെയ്ത നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഉമ്മമാരാക്കിയിട്ടില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. വമാ ജഅല അതുപോലെ തന്നെ അള്ളാഹു ആക്കിയിട്ടില്ല, അദ്ഇയാഅക്കും നിങ്ങളുടെ ദത്തുപുത്രന്മാരെ, അബ്നാഅക്കും നിങ്ങളുടെ സ്വന്തം മക്കളാക്കി അള്ളാഹു മാറ്റിയിട്ടില്ല. ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും അത് ഖൗലുക്കും നിങ്ങളുടെ വെറും വാക്ക് മാത്രമാണ്, ബി അഫ്വാഹിക്കും നിങ്ങളുടെ വാ കൊണ്ട് പറയുന്ന കേവലം സംസാരം മാത്രമാണത്, അർത്ഥമില്ലാത്ത. വല്ലാഹു യഖൂലുൽ ഹഖ അള്ളാഹുവാണ് യഥാർത്ഥ സത്യം പറയുന്നവൻ, വഹുവ യഹ്ദി സബീൽ അവൻ ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. ഇതാണ് ആയത്തിൻ്റെ വാക്കർത്ഥം എന്നുള്ളത്. നമുക്കതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു നോക്കാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ഒരു ആമുഖമെന്നോണം പറയുകയാണ്. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. ആരും നിഷേധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ്. ആർക്കും അള്ളാഹു മനസ്സിൽ രണ്ട് ഹൃദയങ്ങൾ അള്ളാഹു സംവിധാനിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ മുൻപ് കഴിഞ്ഞ ആയത്തുകളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ താങ്കൾ തുടർന്നുകൊണ്ടിരിക്കണം, മുശ്രിക്കീങ്ങളെ താങ്കളുടെ പ്രബോധനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആളുകളെ ചെവി കൊടുത്തു പോകരുത്, കേട്ടുപോകരുത് എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഈ ഹൃദയത്തിൻ്റെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. ഒന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുകയും മറ്റേതുകൊണ്ട് അള്ളാഹുവിനെതിരെ സംസാരിക്കുന്ന ആളുകളെ അവരെയും ഭയപ്പെട്ട് അവരെയും അനുസരിക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യനും ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന തരത്തിലാണ് മുൻപ് കഴിഞ്ഞ ആയത്തുകളുമായി അതിൻ്റെ ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിനേക്കാൾ കൂടുതൽ അമാനി മൗലവി റഹിമഹുല്ലയൊക്കെ ഈ ഒരു വിഷയത്തെ, രണ്ട് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ വിഷയത്തെ അമാനി മൗലവി റഹിമഹുല്ലയൊക്കെ ബന്ധിപ്പിച്ചത് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറബികളിൽ ആ സമയത്ത് നിലനിന്നിരുന്ന രണ്ട് സമ്പ്രദായങ്ങളെ വിമർശിക്കുകയാണ് ഈ ആയത്തിലൂടെ. അപ്പോൾ അതിലേക്കുള്ള ഒരു ആമുഖം എന്നോളമാണ് ഈ ഹൃദയത്തിൻ്റെ കാര്യം അള്ളാഹു പറഞ്ഞത്. അതായത് രണ്ടുപേർക്ക് ഹൃദയമില്ല എന്നുള്ള ആ ഒരു കാര്യം, അത്തരത്തിലുള്ള എന്താ പറയുക, എല്ലാവരും അംഗീകരിക്കുന്ന അങ്ങനെ ഒരു യാഥാർത്ഥ്യം, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളൊരു കാര്യം പോലെയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു സമ്പ്രദായം, അത് യാഥാർത്ഥ്യമല്ല എന്ന് അള്ളാഹു പറയുന്നതിലേക്കുള്ള ആമുഖമാണ്. എന്താണ് അള്ളാഹു വിമർശിക്കുന്നത്? ഒന്നാമത്തെ കാര്യം അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ലിഹാർ ചെയ്യുന്ന ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ലിഹാർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും സൂറത്തുൽ മുജാദലയിലൊക്കെ ലിഹാറിനെ കുറിച്ച് വിശദമായി വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ അധികം
അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ലിഹാർ എന്താണ് എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലിഹാർ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോട് എന്തെങ്കിലും ഒരു നീരസമോ വെറുപ്പോ ഉണ്ടായാൽ ഉടനെ ആ ഭാര്യയോട് ആ ഭർത്താവ് പറയും, അൻത അലയ്യ കവഹിരി ഉമ്മി, നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ്. അതായത് നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ്. അതായത് നീ എൻ്റെ ഭാര്യയല്ല. എൻ്റെ ഉമ്മയുമായി ഞാൻ ഒരു ഭർത്തൃബന്ധത്തിലുള്ള തരത്തിൽ ഇടപെടില്ല എന്നതുപോലെ നീയും ഇനി മുതൽ എൻ്റെ ഉമ്മയെ പോലെയാണ്. അതുകൊണ്ട് നിന്നെ ഇനി ഭാര്യയായിട്ട് ഞാൻ കാണുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ശൈലി അറബികൾക്കിടയിൽ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഭാര്യ എന്ന നിലയിൽ സമീപിക്കാൻ ആ ഒരു സ്ത്രീയിലേക്ക് സമീപിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവർ കൊണ്ടു നടന്ന രീതി. അതിന് അള്ളാഹു ഖണ്ഡിതമായി എതിർക്കുകയാണ്. നിങ്ങൾ അങ്ങനെ നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീ നിങ്ങളുടെ ഉമ്മയെപ്പോലെ ആവുകയില്ല. നിങ്ങളുടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രസവിച്ച ആളുകൾ മാത്രമാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ അങ്ങനെ ലിഹാർ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാകുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനി ആരെങ്കിലും അങ്ങനെ ലിഹാർ ചെയ്തു പോയാൽ, ഇങ്ങനെ നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രായശ്ചിത്തമൊക്കെ അള്ളാഹു മറ്റുള്ള സൂറത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി വിമർശിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. ലിഹാർ ചെയ്യുക എന്നുള്ള ഒരു സമ്പ്രദായത്തെ അള്ളാഹു നിരോധിക്കുകയാണ്. അങ്ങനെ ചെയ്തു എന്ന് കരുതി നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരാവുകയില്ല എന്നും അള്ളാഹു വിശദീകരിക്കുകയാണ്. രണ്ടാമത്തൊരു കാര്യം അള്ളാഹു വിമർശിക്കുന്ന മറ്റൊരു കാര്യമാണ് വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും. അദ്ഇയാ എന്ന് പറഞ്ഞാൽ ദഈ എന്നതിൻ്റെ ബഹുവചനമാണ് അദ്ഇയാ. ദഈ എന്ന് പറഞ്ഞാൽ പോറ്റുപുത്രൻ, വളർത്തുപുത്രൻ. നമ്മുടെ ഭാര്യയിൽ ഉണ്ടായതല്ലാത്ത, നമ്മൾ പുറത്തു നിന്ന് മറ്റൊരു പിതാവിൽ ജനിച്ചിട്ടുള്ളൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്നതിനാണ്, ആ കുട്ടിക്കാണ് ദഈ എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള ദത്തുപുത്രന്മാരെ സ്വീകരിക്കുകയും അവരെ സ്വന്തം മക്കളെപ്പോലെ വളർത്തുകയും, അങ്ങനെ വളർത്തുക എന്നതിലുപരി സ്വന്തം മക്കൾക്ക് എന്തൊക്കെ നിയമങ്ങൾ ബാധകമാണോ അതേ തരത്തിൽ അവരെയും ആ നിയമങ്ങൾ ബാധകമാക്കുന്ന ഒരു ശൈലി അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ ഒരു മകനുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വത്ത് അനന്തരാവകാശം ആ മകനിലേക്ക് പോകുമല്ലോ. അത്തരത്തിൽ അവരുടെ സ്വത്തവകാശത്തിൽ വരെ അവകാശം, അനന്തര സ്വത്തിൽ വരെ അവകാശം ഉണ്ടാകുന്ന തരത്തിലേക്ക്, അതുപോലെ തന്നെ അവർ മകൻ കല്യാണം കഴിച്ച മകൻ്റെ ഭാര്യയെ ഒരു പിതാവിന് കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ദത്തുപുത്രൻ്റെ ഭാര്യയെയും പിതാവിന് കല്യാണം കഴിക്കാൻ സാധിക്കാത്തവണ്ണം അത്തരത്തിൽ എല്ലാ തരത്തിലും ദത്തുപുത്രന്മാരെ സ്വന്തം മക്കളെപ്പോലെ, അതായത് എൻ്റെ മകനാകുമ്പോൾ എൻ്റെ മകന് മഹ്റമാണ്, അവർക്ക് കല്യാണം കഴിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് ആവശ്യമാണെങ്കിൽ ഒറ്റക്കാകുന്നതിനോ കാണുന്നതിനോ സ്പർശിക്കുന്നതിനോ ഒന്നും വിരോധമില്ല, സ്വന്തം സഹോദരങ്ങളാണ്. എന്നാൽ ദത്തുപുത്രന്മാരെയും അങ്ങനെ സ്വന്തം മകനായി കണ്ട് സ്വന്തം മകൾക്ക് മഹ്റമായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ദത്തുപുത്രന്മാർ സ്വന്തം മക്കളല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും. നിങ്ങളുടെ ദത്തുപുത്രന്മാർ, നിങ്ങൾ പോറ്റുന്ന നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ സ്വന്തം മക്കളല്ല. അതൊരു വിധിയിലും സ്വന്തം മകനായിട്ട് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്ത് ഇറങ്ങുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായി ബന്ധപ്പെട്ട ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം അടിമയായി പിടിക്കപ്പെട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അടിമയായിരുന്നു. അങ്ങനെ ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിച്ചപ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസയെ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി നൽകി. അങ്ങനെ പ്രവാചകന്റെ കീഴിൽ ഒരു അടിമയായി വളർന്ന കുട്ടിയായിരുന്നു സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാക്കളും പിതൃവ്യന്മാരുമൊക്കെ പ്രവാചകന്റെ അടുത്തേക്ക് വന്ന് സയ്യിദ് ഇബ്നു ഹാരിസയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് അനുവാദം കൊടുത്തു. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ പിതാക്കന്മാരുടെ കൂടെ പോവുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിക്കാം എന്നുള്ളൊരു കാര്യമായിരുന്നു.
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രമാക്കി, അടിമ എന്നുള്ളതിൽ നിന്ന് മോചിപ്പിച്ച്, എന്നാൽ ഒരു വളർത്തുപുത്രനെ പോലെ ദത്തുപുത്രനെ പോലെ എടുത്തു വളർത്തിയൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രവാചകന് വളരെ ഇഷ്ടപ്പെട്ട ഹിബ്ബുൻ നബി എന്ന്, പ്രവാചകന്റെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിക്കൊണ്ട്, വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിക്കൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു വളർന്നു. അങ്ങനെ വളർന്നു വന്ന സന്ദർഭത്തിൽ ആളുകൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു. സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി ആളുകൾ വിളിക്കാൻ തുടങ്ങിയിരുന്നു. എന്നിട്ട് പിന്നീട് സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അതിൽ ആ ഒരു വിവാഹത്തിൽ ഒരുപാട് ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തപ്പോൾ ആളുകൾ വിമർശിച്ചു തുടങ്ങി. മുഹമ്മദ് തന്നെയല്ലേ സ്വന്തം മകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞത്, എന്നിട്ട് ഇപ്പം ഇതാ സെയ്ദിൻ്റെ ഭാര്യയെ, സ്വന്തം മകൻ്റെ ഭാര്യയെ ഇതാ വിവാഹം ചെയ്യുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനും തുടങ്ങിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കുകയും എന്നിട്ട് പറഞ്ഞു, വമാ ജഅല അദ്ഇയാഅക്കും അബ്നാഅക്കും, നിങ്ങളുടെ ദത്തുപുത്രന്മാർ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം മക്കളാവുകയില്ല. അതേ, ഒരു വിധിവിലക്കുകളിലും അതിൽപ്പെട്ടതാണ് അവരുടെ ഭാര്യമാരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതരുത്. സ്വന്തം മക്കളുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ, അതുപോലെ ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ ഒരു നിയമം ഇല്ല എന്ന് പഠിപ്പിക്കാൻ കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര പശ്ചാത്തലം. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ ബാക്കി തന്നെയാണ് അടുത്ത ഒരായത്തും, നമുക്ക് കൂടുതൽ അതിൽ വിശദീകരിക്കാം. എന്നിട്ട് അല്ലാഹു പറയുന്നു, ദാലിക്കും ഖൗലുക്കും ബി അഫ്വാഹിക്കും, ആ കാര്യം എന്നുള്ളത്, അതായത് ഭാര്യമാരെ നീ എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറയുന്നത്, അതുപോലെ സ്വന്തം മക്കളെയല്ല ദത്തുപുത്രന്മാരെ സ്വന്തം മക്കളായി കാണുന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറയുന്ന കേവലം സംസാരങ്ങൾ മാത്രമാണ്. അതിൽ യാതൊരു നിങ്ങളങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ദത്തുപുത്രന്മാർ സ്വന്തം മക്കളാവുകയില്ല. നിങ്ങളങ്ങനെ വായ കൊണ്ട് പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരുമാകുന്നില്ല. വല്ലാഹു യഖൂലുൽ ഹഖ്, അള്ളാഹുവാണ് യഥാർത്ഥം പറയുന്നവൻ. ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിച്ചു, അതുകൊണ്ട് അതെങ്ങനെ ഒഴിവാക്കും ഒന്നൊന്നുമല്ല. അള്ളാഹു പറയും എന്താണ് യാഥാർത്ഥ്യം, എന്താണ് യാഥാർത്ഥ്യമല്ലാത്തത് എന്നുള്ളത് അള്ളാഹു പറയും. അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി സത്യം പറയാൻ സാധിക്കുന്നവൻ. വഹുവ യഹ്ദി സബീൽ, ഏറ്റവും ചൊവ്വായ പാതയിലേക്ക്, ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് അള്ളാഹുവാണ് വഴി നടത്തുക. എന്നിട്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നു. നമുക്ക് ആയത്തൊന്ന് പെട്ടെന്നൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉദ്ഉഹും, ആ ദത്തുപുത്രന്മാരെ, നിങ്ങൾ പോറ്റി വളർത്തിയ ആളുകളെ നിങ്ങൾ ചേർത്തി പറയുക, നിങ്ങൾ വിളിക്കുക, ലി ആബാഇഹിം, അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. ഈ ആയത്തിറങ്ങിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നീ സെയ്ദ് ബിൻ ഹാരിസയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവായ ഹാരിസയിലേക്ക് ചേർത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, ജനങ്ങൾ അദ്ദേഹത്തെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിച്ചു പോരുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരവരുടെ പിതാക്കളിലേക്കാണ് നിങ്ങൾ ചേർത്തി പറയേണ്ടത്. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, അതാണ് അല്ലാഹുവിങ്കൽ ഏറ്റവും നീതിയുക്തമായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത്. ഫഇൻ ലം തഅലമൂ ആബാഅഹും, ഇനി അവരുടെ പിതാക്കന്മാരെ നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അവരുടെ പിതാക്കളിലേക്കല്ലാതെ ചേർത്തി പറഞ്ഞു എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലിക്കും, അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളുടെ മക്കളാണ് എന്നല്ല. അവരുടെ വാപ്പമാരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദീനിലെ ഒരു സഹോദരനാണ് നിങ്ങളുടെ ദത്തുപുത്രന്മാരെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മകൻ എന്ന തരത്തിലേക്ക്, സ്വന്തം മകൻ എന്ന തരത്തിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുപോകരുത്. നിങ്ങളുടെ ദീനിലുള്ള സഹോദരന്മാരാണവർ.
വ മവാലീക്കും. മവാലി എന്ന് പറഞ്ഞാൽ മൗല എന്നതിൻ്റെ ജമആണ്, ബഹുവചനമാണ് മവാലി എന്ന് പറയുന്നത്. മൗല എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥം ഭാഷയിൽ നമുക്ക് കാണാൻ സാധിക്കും. മൗല എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുള്ളത് അടുത്ത ബന്ധു, അടുത്തയാൾ. അതിപ്പോൾ കുടുംബപരമായിട്ടുള്ള ബന്ധുവാണെങ്കിലും വളരെ അടുത്ത സ്നേഹിതനാണെങ്കിലും ഒക്കെ മൗല എന്ന് നമ്മൾ പറയും. ഇസ്ലാം കുടുംബ ബന്ധത്തിലുള്ള ബന്ധത്തെ മാത്രമല്ല, മറിച്ച് മറ്റ് പലതരത്തിലും ഉണ്ടാകുന്ന സ്നേഹബന്ധങ്ങൾ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ മുഹാജിറുകളെയും അൻസാരികളെയും ഈ രണ്ടുപേരെ വെച്ച് സഹോദരങ്ങളാക്കിയല്ലോ, മുആഖാത്ത് അവിടെ നടത്തിയല്ലോ. ഇന്നയാൾ ഇന്നയാളുടെ സഹോദരനാണ്. അനന്തരാവകാശം ഒഴികെയുള്ള ബാക്കി വിധികളിലൊക്കെ അത്തരത്തിൽ ഉള്ള ഒരു സഹോദര്യ ബന്ധവും സ്നേഹബന്ധവും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. മറ്റ് വിധികളിലേക്ക്, ഒരു സഹോദരൻ എന്നുള്ള തരത്തിലേക്ക് മറ്റ് വിധികളിലേക്ക് പോകാത്തിടത്തോളം കാലം എല്ലാ തരത്തിലുമുള്ള സ്നേഹബന്ധങ്ങളെയും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. അപ്പോൾ മൗല എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു അടുത്ത ബന്ധം, അടുത്ത ബന്ധത്തിലുള്ളത്. മറ്റൊന്നുള്ളത് മൗല എന്ന് പറഞ്ഞാൽ വിലാ ഉൽ ഇതാഖ എന്ന് പറയും. അതായത് ഒരാൾ ഒരടിമയെ മോചിപ്പിച്ചാൽ, ഒരു കുടുംബത്തിലുള്ള ഒരാൾ ഒരടിമയെ മോചിപ്പിച്ചാൽ ആ അടിമ പിന്നീട് ഈ കുടുംബത്തിൻ്റെ മൗലയാണ് എന്നാണ് അറിയപ്പെടുക. മനസ്സിലാക്കുക. പല പണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ ചരിത്രമൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇന്നയാളുടെ മൗലയാണ് എന്ന് പറയും. അതിൻ്റെ ഒരർത്ഥം എന്നുള്ളത് അയാൾ ഇദ്ദേഹത്തെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലിൻ്റെ മൗലയാണ് എന്ന് നമ്മൾ പറയും. കാരണം സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോചിപ്പിച്ചതാണ്. അപ്പോൾ ആ തരത്തിലും മൗല എന്ന് ഉപയോഗിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരർത്ഥമുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരർത്ഥമാണ് മൗല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ കയ്യിലൂടെയാണ് ഇയാൾ ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ ആ കുടുംബത്തിൻ്റെ മൗലയാണ് ഇദ്ദേഹം എന്ന് പറയും. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് മറ്റൊരു കബീലയുടെ മൗലയാണ് എന്ന് പറയാറുണ്ട്. ചില ആളുകൾ അദ്ദേഹം ഒരടിമ വംശജനാണ് എന്നിട്ട് മോചിപ്പിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്നത് കാണാം. അങ്ങനെയല്ല, ആ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഇമാം അബൂ ഹനീഫയുടെ പിതാക്കന്മാരിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ കയ്യിലൂടെ ഇസ്ലാം സ്വീകരിച്ചാലും അയാൾ ഇദ്ദേഹത്തിൻ്റെ മൗലയാണ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത്തരത്തിൽ നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ അടുത്ത മൗലകളാണ്, അതായത് അടുത്ത ബന്ധത്തിലുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അടിമ മോചിപ്പിച്ച ആളാണെങ്കിൽ അങ്ങനെ അടിമമോചനത്തിലുള്ള ആളാണ്. അല്ല നിങ്ങളുടെ കയ്യിലൂടെ ഇസ്ലാം സ്വീകരിച്ച് നിങ്ങളുടെ കൂടെ കൂടിയ ആളാണെങ്കിൽ ആ തരത്തിലുള്ള മൗലയാണ്. അതിനപ്പുറം ഒരു മകൻ എന്ന സ്ഥാനത്തേക്ക് അവർ വളരുന്നില്ല എന്നർത്ഥം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ഇവിടെ ചില സംസാരങ്ങൾ അമാനി മൗലവി റഹിമഹുല്ല ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് അറബികൾക്കിടയിൽ പൊതുവെയുള്ള ശീലമാണ്, അവർ പൊതുവെ പിതാക്കന്മാരിലേക്കാണ് ചേർത്തി പറയുക. പിതാക്കരിലേക്കാണ് അവർ എന്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തെക്കുറിച്ച് അവർ വല്ലാതെ അഭിമാനം കൊള്ളുന്നതും തങ്ങളുടെ പിതാക്കന്മാരുടെ അങ്ങനെ ഒരുപാട് പരമ്പരകൾ അവർക്ക് മനഃപ്പാടമുള്ളതായൊക്കെ നമുക്ക് അറബികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പൊതുവെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ പിതാക്കന്മാരിലേക്ക് എന്നതിന് പകരം പലപ്പോഴും പല പറമ്പുകളിലേക്കും തൊടികളിലേക്കും ചില സ്ഥലങ്ങളിലേക്കും ഒക്കെ ആളുകളെ ചേർത്തി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതും മിക്കവാറും ഉമ്മ വഴിയുള്ള ബന്ധമായിരിക്കും. പലപ്പോഴും നമ്മുടെ പല നാടുകളിലും ഉമ്മ വഴിയായിരിക്കും ബന്ധത്തെ ചേർത്തി പറയുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള ചില അനിസ്ലാമികപരമായ ആചാരങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇസ്ലാമിൻ്റെ ശൈലി എന്നുള്ളത് പിതാക്കന്മാരിലേക്ക് ചേർത്തി പറയുക എന്നുള്ളതാണ്. അത് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പല നമ്മുടെ നാട്ടിലൊക്കെയുള്ള പല തങ്ങന്മാർ, സിദ്ദീഖീങ്ങൾ, അതുപോലെ തന്നെ ചില തങ്ങന്മാർ, സിദ്ദീഖുകൾ, അത്തരത്തിൽ പല തങ്ങൾമാരും ഒരു കാലഘട്ടത്തിൽ യമൻ ഭാഗത്തു നിന്നും മറ്റും വന്ന അറബികളുടെ കയ്യിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ പിന്നീട് ആ അറബികളിലേക്ക്, നമ്മുടെ നാട്ടിലെ പലരും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആ അറബികളിലേക്ക് മൗല എന്ന അർത്ഥത്തിൽ ചേർത്തി പറയുകയും പിന്നീട് അവർ ഇവരുടെ പിതാക്കന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ സന്താന പരമ്പര അങ്ങനെ പ്രവാചകനിലേക്കും അങ്ങനെ അറബികളിലേക്കും എത്തുന്ന സന്താന പരമ്പരയാണ് എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകൾ നമ്മുടെ സമുദായത്തിനിടയിൽ ജീവിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെയാണ് എന്നല്ല, എന്നാൽ ആ ഒരു അർത്ഥത്തിലും ആ ഒരു തെറ്റിദ്ധാരണയിലും
ഈ ഒരു പരമ്പര പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അതായത് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയുകയും പിന്നീട് അത് ശരിക്കും പിതാവാണ് എന്ന് കരുതി പിന്നീട് അങ്ങനെ പരമ്പര ചേർത്തി പറഞ്ഞു പോരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ അറിഞ്ഞോ അറിയാതെ ഉണ്ട് എന്നും ഈ അമാനി മൗലവി റഹിമഹുല്ല അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ ഭാഗമായി സാന്ദർഭികമായി മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ പിതാക്കന്മാരിലേക്കാണ് ചേർത്തി പറയേണ്ടത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1-2 ഹദീസുകൾ പരാമർശിക്കുക എന്നുള്ളത് പ്രസക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഅല്ലമൂ മിൻ അൻസാബിക്കും മാ തസിലൂന ബിഹി അർഹാമക്കും. നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരമ്പര പഠിക്കണം. അങ്ങനെ കുടുംബ പരമ്പര പഠിക്കുന്നതിലൂടെ എൻ്റെ കുടുംബം എത്രത്തോളം ഉണ്ടോ ആ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കുടുംബബന്ധം ചേർത്താൻ നമുക്ക് നമ്മുടെ പരമ്പര പഠിക്കുന്നത് സഹായകമാകും. അതുകൊണ്ട് പരമ്പര, നമ്മുടെ പിതാക്കന്മാരുടെ നമ്മുടെ കുടുംബ പരമ്പര എത്രത്തോളം വളർന്നു പന്തരിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമാണ്. അതിലൂടെ കുടുംബബന്ധം പുലർത്തുക എന്നുള്ള വലിയൊരു സൽക്കർമ്മം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ ഗൗരവമായി ഉണർത്തിയ മറ്റൊരു കാര്യമാണ് ലൈസ മിൻ റജുലിൻ ഇദ്ദഅ ലിഗൈരി അബീഹി വഹുവ യഅലമുഹു ഇല്ലാ കഫർ. സ്വന്തം പിതാവിലേക്കല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ചേർത്തി പറഞ്ഞാൽ, അതായത് നമ്മൾ ഇവിടെ അള്ളാഹു പറഞ്ഞല്ലോ പിതാക്കന്മാരിലേക്കാണ് ചേർത്തി പറയേണ്ടത് എന്ന്, എന്നിട്ടും അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വന്തം പിതാവിലേക്കല്ലാതെ ചേർത്തി പറഞ്ഞാൽ അവൻ അറിവോടുകൂടിയാണ് അത് ചെയ്തതെങ്കിൽ അത് കുഫ്റാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല, മറിച്ച് കുഫ്റുൻ അസ്ഗർ, ചെറിയ കുഫർ, വലിയ പാപമായിട്ടുള്ള എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത കുഫറായിക്കൊണ്ടാണ് സ്വന്തം പിതാക്കന്മാരിലേക്കല്ലാതെ ചേർത്തി പറയുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു തെറ്റുമില്ല, ഫീമാ അഖ്തഅ്തും ബിഹി, നിങ്ങളറിയാതെ തെറ്റ് സംഭവിച്ച് പറഞ്ഞു പോയതിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. വലാകിമ്മാ തഅമ്മദത് ഖുലൂബുക്കും, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ അതിന് പിടികൂടപ്പെടുന്നതാണ്, നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കുന്നതാണ്. വക്കാനല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ്. അതുകൊണ്ട് നിങ്ങളടുത്ത് വല്ല തെറ്റുകളും പറ്റിപ്പോയിട്ട് നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ അതിൽ പ്രശ്നമില്ല, അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ്.